കഴിഞ്ഞ ദിവസമാണ് വാളയാർ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ കൊല്ലപ്പെട്ട 2 കുട്ടികളുടെ അമ്മയും അച്ഛനും പ്രതികളാണ്. രണ്ടുപേരെയും പ്രതികളാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. ഇവരെ രണ്ടുപേരെയും പ്രതികളാക്കണമെന്ന് അന്ന് തന്നെ CBI അന്വേഷണം വരുന്നതിന് മുൻപ് തന്നെ പലരും വ്യക്തമാക്കിയിരുന്നു. അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രീദേവിയും അങ്ങനെ മറ്റു ചിലരും ഈ കാര്യം അന്നേ പറഞ്ഞിരുന്നു. ആ സമയത്ത് പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ആക്രമിക്കാനാണ് പലരും തയ്യാറായത്. ഇന്നലെ ഈ കാര്യം CBI കൂടി കൺഫേം ചെയ്തതോടെ പിന്നെ സമൂഹ മാധ്യമങ്ങളും മറ്റിടങ്ങളിലും പഴയ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പ്രതികളാക്കേണ്ടതായിരുന്ന സംസാരം സാമൂഹ്യ മാധ്യമങ്ങൾ വല്ലാണ്ട് ചർച്ച വരികയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് വാളയാറിലെ ആ പെൺകുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ച് രാഷ്ട്രീയമായ നീക്കം നടത്തിയവരിൽ ഒരാളായിരുന്ന ആസാദ് മലവീട്ടിൻ്റെ പോസ്റ്റ് വരുന്നത്, സാമൂഹ്യ മാധ്യമ പേജിൽ ഒരു പോസ്റ്റ് വരുന്നത്. അദ്ദേഹം 10 മണിക്കൂറിന് മുൻപേ ആയിട്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന് താഴെ നല്ല ഒന്നാന്തരമായ മറുപടിയാണ് പലരും കൊടുക്കുന്നത്. ആ പോസ്റ്റിട്ടോടെ ആസാദ് ഏറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. ആസാദിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: വാളയാർ കേസിൽ അന്വേഷണവും വിചാരണയും കഴിഞ്ഞ് ശിക്ഷാവിധി വന്നതുപോലെയാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ബഹളം വെക്കുന്നത്. പലരുമല്ല, CPIM ഭക്തജനക്കൂട്ടം. അവർ പറയുന്നത് വാളയാർ കേസിൽ പ്രതികളെ പിടികൂടി ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവർ എന്തോ മഹാപരാധം ചെയ്തു എന്നാണ്. ഇപ്പോൾ CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ വാളയാർ കുഞ്ഞുങ്ങളുടെ അമ്മയെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല എന്നതാണ് കുറ്റം. പോക്സോ നിയമത്തിൽ അത് കർക്കശമാണ്. ഇതോടെ കേസാകെ മാറി മാതാവ് മുഖ്യ പ്രതിയായി എന്ന മട്ടിലാണ് ഭക്തജനം കൂവുന്നത്. അടിച്ചമർത്തപ്പെട്ടവരും പാന്ത്രവൽകൃതരുമായ അടിത്തട്ട് സമൂഹങ്ങളിൽ നിയമസാക്ഷരതയും സദാചാരബദ്ധതയും മേൽത്തട്ട് ഇടത്തരം സമൂഹങ്ങളോളം ഇല്ല എന്നത് കുറ്റത്തിൽ നിന്ന് ഒഴിയാനുള്ള കാരണമല്ല എന്ന് പറയാം. അതാണല്ലോ പോക്സോ കേസുകൾ ധാരാളമായ പ്രായപൂർത്തിയാവാത്ത വിവാഹബന്ധങ്ങൾ മുൻനിർത്തി ആദിവാസി യുവാക്കളുടെ മേൽ ചുമത്തിക്കൊണ്ടിരുന്നത്. നിയമബോധവും വിദ്യാഭ്യാസവുമുള്ള പൊതുസമൂഹത്തിൽ തന്നെ എത്ര പേർ സ്വന്തം മക്കളുടെ മേൽ ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നും നമുക്ക് ആലോചിക്കാം. മക്കൾ ലൈംഗികമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിൻ്റെ അതിക്രൂരമായ തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആദ്യ കുട്ടിയുടെ മരണം കഴിഞ്ഞുള്ള റിപ്പോർട്ട് കുടുംബത്തിന് ലഭിച്ചില്ല. അധികൃതർ ഗൗരവതരമായ റിപ്പോർട്ട് പരാമർശങ്ങൾ മുൻനിർത്തി 2ാം കുട്ടിയുടെ രക്ഷയ്ക്ക് എത്തിയതുമില്ല. 2 കുട്ടികളുടെ മരണത്തിന് ശേഷമാണ് ആ കുടുംബവും പുറം ലോകവും നടന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ ഭീകരത അറിഞ്ഞു പൊള്ളിയത്. അതോടെയാണ് കുടുംബവും പൊതുസമൂഹവും അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആസാദ് എഴുതിയ കാര്യമാണ്. മാത്രമല്ല, ആയിടെ ഉണ്ടായ അത്രസിലെ സമാനമായ കേസിൽ ഉയർന്ന ജനരോഷം ഈ കേസിലേക്കും പടരുകയും ചെയ്തിരിക്കണം. പോക്സോ നിയമം ഇത്ര കർക്കശമായി പിന്തുടരുന്ന നിയമസംരക്ഷകർ മരിച്ച കുട്ടികളുടെ സമൂഹത്തോടെയായിരുന്നു ലൈംഗിക അതിക്രമം എന്ന് പരസ്യമായി പ്രസ്താവിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തിട്ടുമില്ല. നിയമം ദുർബല സമൂഹത്തിനുമേൽ ശക്തവും ശക്തമായ സമൂഹത്തിനുമേൽ ദുർബലവുമായി പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാകും? ഇനി അമ്മ തന്നെയാണ് കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ മുഖ്യപ്രതിയെങ്കിൽ നിയമത്തിന് വിധേയമായി അവർക്ക് ശിക്ഷ നൽകുകയല്ലേ വേണ്ടത്? ആർക്കാണ് മറിച്ച് അഭിപ്രായമുള്ളത്? അങ്ങനെ കേരള പോലീസോ CBIയോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? CPM ഭക്തവിളയാട്ടം കണ്ടാൽ അങ്ങനെ എന്തോ സംഭവിച്ചെന്ന് തോന്നും. ഇപ്പോൾ പോക്സോ കേസിലെ ഒരു വകുപ്പിൽ CBI മാതാവിനെ പ്രതിയാക്കിയത് ഇത്ര ആനന്ദിപ്പിക്കുന്നുവെങ്കിൽ കേരള പോലീസ് എന്തിനാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തതെന്ന് കൂടി ഇക്കൂട്ടർ പറയണം. പാർട്ടി നേതാക്കൾ സ്വന്തം മക്കൾക്ക് നേരെ നടത്തിയ ലൈംഗിക ആക്ഷേപത്തിൽ പരാതി ഉന്നയിച്ച നേതാവിനോട് പാർട്ടി ചെയ്ത് നാം കണ്ടതാണ്. പോക്സോ കേസ് അവിടെ വന്ന് കണ്ടില്ല, ഒരു കേസും വന്നില്ല. കാരണം അവരുടെ പ്രിവിലേജ് അതാണ്. ആ പ്രിവിലേജ് ഒന്നും വാളയാറിലെ അമ്മയ്ക്ക് കിട്ടില്ല. അത് നൽകിയില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം. വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും വരെയെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാകണം. ദുർബല സമൂഹങ്ങളെ നിരക്ഷരതയും സദാചാരബദ്ധതയുടെയും പേരിൽ അധിക്ഷേപിച്ച് നടക്കുന്ന കേമത്വം ഗംഭീരം തന്നെ. അത് നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത്. അതേപോലെ ഈ പോസ്റ്റിനകത്ത് കാര്യമായ 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മുൻപത്തെ പല പാസ്റ്റ് എക്സ്പീരിയൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയല്ല ഡോക്ടർ ആസാദ്. മാത്രമല്ല, ഇപ്പോൾ അവർക്കെതിരെ, ആ കുട്ടികളുടെ അമ്മയ്ക്കെതിരെയല്ല CPM സൈബറിനകത്ത് നടക്കുന്ന ഇപ്പോഴത്തെ ചർച്ച. CPM സൈബറിനകത്തും അല്ലാതെ മറ്റാണ് ചർച്ച ആ കുട്ടികളുടെ അമ്മയ്ക്കെതിരെയല്ല. ആ കുട്ടിയുടെ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച ഒരുപാട് പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ് എഴുതിയ വ്യക്തി. അതുതന്നെയാണ് ചർച്ച, അല്ലാതെ അവർക്കെതിരെയല്ല. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു.
അവരെ ഉപയോഗിച്ച് അനാവശ്യമായ രാഷ്ട്രീയം കളിക്കുകയും ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിക്കുകയും സംസ്ഥാനമൊട്ടാകെ തലമുണ്ടനം ചെയ്ത് ജാഥ നടത്തിക്കുകയും ചെയ്തവർക്കെതിരായിട്ടാണ് ഈ ചർച്ച മുഴുവൻ. അത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെതിരായിട്ടാണ്. മാത്രമല്ല അതിൽ രാഷ്ട്രീയം കണ്ടെത്തി രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ച സംസ്ഥാനത്തെ ഇപ്പോഴത്തെയും പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുമാണ് ഈ ചർച്ച. അതല്ലാതെ ആ കുട്ടിയുടെ അമ്മയ്ക്കെതിരെയല്ല. അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയുന്ന കാര്യം തന്നെയാണ്. സ്വന്തമായിട്ട് കൊണ്ടപ്പോഴത്തേക്കും പൊള്ളിയതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ 2 കമൻറ്റുകൾ ഒന്ന് വായിക്കാം. അതിൽ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് TV രാഹുൽ രാജ് എന്ന വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റിൻ്റെ പകുതി തൊട്ട് നമുക്ക് വായിക്കാം. ഇനി CPMലേക്ക് വരാം. ആഘോഷിച്ചു പോലും CPMനെതിരെ ഈ മഹാഭാവിയെ 2 പിഞ്ചു കുട്ടികളെ സ്വന്തം മക്കളെ എന്ന് പറയുന്നില്ല. കാരണം അമ്മ എന്ന വാക്ക് കളങ്കപ്പെട്ട് പോയാലോ എന്ന് വെച്ചാണ്. ബലാത്സംഗം ചെയ്യാൻ കുരുതി കൊടുത്തിട്ട് അവരുടെ കുപ്പായം എടുത്തുകൊണ്ട് തല മുണ്ടനം ചെയ്ത് ഈ കേരളത്തിലെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറേ അന്ധന്മാരുടെ പേക്കൂത്തിന് വേണ്ടി ഈ കേരളീയ പൊതുസമൂഹത്തെ വഞ്ചിച്ച ആ ക്രൂര രാക്ഷസിക്ക് ശിക്ഷ ലഭിച്ചാൽ, ഇനി ലഭിച്ചില്ലെങ്കിലും ഈ പൊതുസമൂഹത്തിൽ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അത് ആഘോഷിക്കുക തന്നെ ചെയ്യും. CPMനെതിരെ ഇവരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചപ്പോൾ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പച്ചയ്ക്ക് അസഭ്യം പറയാൻ ഇവരെ കൂട്ടുപിടിച്ച് അന്ന് തെരുവിലിറങ്ങിയ രാഷ്ട്രീയ പാപ്പരത്വം ബാധിച്ച അല്പന്മാർ അന്ന് ആഘോഷം നടത്തിയപ്പോൾ മാഷിന് പൊള്ളിയില്ല. ഇന്ന് പൊള്ളുന്നു എന്തുകൊണ്ടാണ് സ്വയം പരിശോധിക്കേണ്ടേ? കാഴ്ച മറക്കരുത്, വിയോജിക്കാം, വിമർശിക്കാം, പക്ഷേ ഇത്തരം പാപ്പരത്വത്തിൻ്റെ ആവശ്യം മാഷിനുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. മൊട്ടയടിച്ച് മുഖം മൂടിയിട്ട് തെരുവിലിറങ്ങി ഇലക്ഷനിൽ മത്സരിച്ച അത് രാഷ്ട്രീയവൽക്കരണം തന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷേ മുഖം മൂടി കീറി നഗ്നരെ സത്യം പുറത്തു വരുമ്പോൾ അത് ആരെങ്കിലും കൂടുതൽ ഒച്ചത്തിൽ ഇതാ ഇവർ മഹാപാതകിയാണെന്ന് പറഞ്ഞാൽ അത് മഹാ അപരാധവും ആണ് എന്ന നിലപാടിൽ കളങ്കമുണ്ട്. വേട്ടക്കാർക്കൊപ്പമല്ല ഇരകൾക്കൊപ്പമാണ് തന്നെയാണ് ഈ സർക്കാരും. CPM അത് വേട്ടക്കാരൻ, അത് ഏത് കൊമ്പനായാലും വമ്പനായാലും ആർക്കൊക്കെ പൊള്ളിയാലും. മാഷിന് സ്നേഹമെന്ന് പറഞ്ഞാണ് ആ കമൻറ്റ് അവസാനിക്കുന്നത്. വേറൊരു കമൻറ്റ് ചെയ്തിരിക്കുന്നത് അഷ്റഫാണ്. അഷ്റഫിൻ്റെ കമൻറ്റും ഇങ്ങനെയാണ്: 2 കുട്ടികളുടെ മരണത്തിന് ശേഷമാണ് ആ കുടുംബം ലൈംഗിക ആക്രമണത്തിൻ്റെ ഭീകരത അറിയുന്നതെന്ന് പറയാൻ മാഷിന് കഴിയുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് ഭീകരം. ആ കുട്ടികൾ നിരവധി തവണ ലൈംഗിക ആക്രമണം രണ്ടാനച്ഛനെന്നും മറ്റുള്ളവരെന്നും നേരിടുമ്പോൾ ഓടി ഒളിച്ചിരുന്നത് തൊട്ടടുത്ത അബ്ബാസിൻ്റെ വീട്ടിലായിരുന്നു. അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്ത ക്രൂരത മറ്റൊരാളും ആ കുട്ടികളോട് ചെയ്ത് കാണില്ല. അവരെ പൊക്കിക്കൊണ്ട് നടന്നവർ ഇപ്പോൾ കടന്ന് ശ്വാസം മുട്ടുന്നത് സ്വാഭാവികം മാത്രമാണെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. സുപ്രധാനമായ കാര്യമാണ്. അതിനെ ഒരുപാട് ആ കുട്ടികളുടെ അമ്മയെ വെച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയവൽക്കരണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി കോൺഗ്രസ് വരെ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കെതിരായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന എഴുത്തുകളും കുറിപ്പുകളും എല്ലാം അവർക്കെതിരായിട്ടാണ്, അല്ലാതെ ആ അമ്മയ്ക്കെതിരായിട്ടല്ല. എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് അറിയാവുന്നവർ പോലും ഇപ്പോഴും എഴുതാതിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഇതിനാൽ പോലും അവരെ കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുന്നതിനെതിരായിട്ട് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്. അന്ന് വ്യക്തമായിട്ട് ഇതേ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമ പേജുകളിൽ മാത്രമല്ല ആസാദിൻ്റെ ഈ പോസ്റ്റിന് താഴെയും ഒരുപാട് പേർ എഴുതുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊള്ളിയിട്ട് കാര്യമില്ല എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ.